ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ ആൻഡ് മൈൻ ഫാമിലി. നമുക്കിന്ന് നമ്മുടെ മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായി കിട്ടുന്ന ആലോവേര എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആലോവേര കട്ട് ചെയ്തതിന് ശേഷം അതിലൊരു യെല്ലോ കളറിലുള്ള ഒരു കറ ഉണ്ടായിരിക്കും. അത് നമ്മൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം ആ കറയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്കാൽപ്പിന് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ കാരണമാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആലോവേരയുടെ സൈഡിലുള്ള മുള്ളെല്ലാം കളഞ്ഞതിന് ശേഷം അത് നടുവിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. അവിടെ എന്തൊരു ഹെയർ പാക്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ മുടിയിലെ കെട്ടെല്ലാം നല്ലതുപോലെ കളയണം കേട്ടോ. അതുപോലെ തന്നെ പല അകലമുള്ള ചീപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മുടെ മുടി കെട്ട് വീണിട്ട് പൊട്ടുന്നത് മാറാൻ സഹായിക്കും. ആദ്യം സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക. അതിനുശേഷം രണ്ട് സൈഡിലോട്ട് മുടിയിട്ടിട്ട് പതിയെ വേണം കേട്ടോ മുടിയിൽ കെട്ട് കളയാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ അതായത് മുടിയുടെ എൻഡിൽ നിന്ന് തുടങ്ങണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ മുടി നല്ലതുപോലെ കൊഴിയാനും അതുപോലെ പൊട്ടിപ്പോകാനും കാരണമാവും. ഇതിന് നമുക്ക് എങ്ങനെ ഹെയറിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആലോവേര നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലുള്ള ജെല്ലൊക്കെ വരും. എന്നിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ചെറിയ ചെറിയ പാർട്സ് എടുത്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ആലോവേര നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് മൂലം നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഹെയർ ഗ്രോത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ മുടിയെ തിളക്കമുള്ളതാക്കാനും അതുപോലെ തന്നെ മുടീനെ സോഫ്റ്റാക്കി വെക്കാനും ഈ ആലോവേര ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ മുടിയെ മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയർ ഫാൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് രണ്ട് സൈഡിൽ മുടിയിട്ടതിന് ശേഷം നമ്മുടെ മുടിയുടെ എൻഡിലൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് മുടിയെ സോഫ്റ്റ് ആക്കാൻ സഹായിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്പ് വെച്ചിട്ട് വേണം കേട്ടോ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കാൽപ്പ് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മുടി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം. ഇതൊരു 30 മിനിറ്റ്സോളം മുടിയിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആഫ്റ്റർ റിസൾട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്